50 നോമ്പ് കഴിയാൻ ഇനി ഒരാഴ്ച കൂടിയുള്ളൂ. ഓശാന ഞായർ വരെ എത്തി. നമ്മളിപ്പോൾ ഹോളി വീക്കിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിൽ കുറേ പേര് ഇറച്ചിക്കും മീനിനും ശരിക്കും പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള എല്ലാ ഭക്ഷണ വസ്തുക്കൾക്കും ഈ 50 ദിവസം വേണ്ടാന്ന് വെച്ച് കുമ്പസാരിച്ച് ഒരുങ്ങി 50-ാം ദിവസം നമ്മൾ ഉയർപ്പിൻ്റെ അന്ന് ഈശോയെ സ്വീകരിക്കും. വല്ലാത്തൊരു സന്തോഷമായിരിക്കും ആ ദിവസം. 50 ദിവസം കഴിഞ്ഞ് ചിക്കനും ഫിഷൊക്കെ കഴിക്കാൻ പറ്റുന്നതിൻ്റെ സന്തോഷമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് വേണ്ടി ഈശോ കുരിശിൽ തൂങ്ങി മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നതിൻ്റെ സന്തോഷം. ഓശാന ഞായറിൻ്റെ തലേ ദിവസം ശനിയാഴ്ച കൊഴുക്കട്ട ഉണ്ടാക്കുന്ന ദിവസമാണ്. കൊഴുക്കട്ട ശനി എന്നും ഓശാന ശനി എന്നൊക്കെ പറയും. അങ്ങനെ 2026 കൊഴുക്കട്ട ശനിയാഴ്ച കൊഴുക്കട്ടയും പീച്ചപ്പൊടിയും ഒക്കെ ഉണ്ടാക്കി പിറ്റേന്ന് ഓശാന കുർബാനയ്ക്ക് പോകണം. അങ്ങനെ നല്ലൊരു കുപ്പായൊക്കെ ഇട്ട് ഓശാന കുർബാന കാണാൻ പള്ളിയിലോട്ട് പോവാട്ടോ. ഇത് പള്ളിയല്ല, കോൺവെൻ്റാണ് സിസ്റ്റേഴ്സിൻ്റെ. ഓശാന ഞായറിൻ്റെ തിരുക്കർമ്മങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങി കുരുത്തോലൊക്കെ പിടിച്ച് ഒരു പ്രദക്ഷിണം പോലെ റോഡിലൂടെ നടന്നിട്ടാണ് നമ്മൾ പള്ളിയിലോട്ട് പോകുന്നത്. പള്ളി ചുറ്റി പ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം KCVM കുട്ടികളുടെ ഒരു ആക്ട് ഓഫ് പ്ലേ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പള്ളിക്കകത്ത് കയറി കുർബാന എല്ലാം കഴിഞ്ഞ് കുരുത്തോലൊക്കെ പിടിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു. എന്തായാലും ഒന്ന് ഒരുങ്ങി പോയതല്ലേ, കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ച് അതൊക്കെ എടുത്ത് കഴിഞ്ഞ് ഒരു കൊഴുക്കട്ട കൂടി കഴിച്ച് കൊല്ലത്തെ ഓശാന അങ്ങനെ അവസാനിപ്പിച്ചു.